മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. പ്രൈസ് ദ ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് നേർന്ന അനുഗ്രഹ ആശംസ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഫലമണിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ നേഴ്സിൻ്റെയും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ദൈവിക സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ്. രോഗി പരിചരണത്തിനിടയിൽ നാം നേരിടുന്ന പ്രതിസന്ധിയിൽ ആ ദൈവാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുന്ന വഴികൾ എത്രയോ അധികമാണ്. ഈ സമയം ഒരു നഴ്സിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എത്രയധികം വിലപ്പെട്ടതാണെന്ന് ബഹുമാനപ്പെട്ട എൽവിസ് ബ്രദറിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദാനമാണ് ഈശോ ഈ ലോകത്തിന് നൽകിയ, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകം മുഴുവനിലും എനിക്ക് സാക്ഷികളായിരിക്കും. ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക, ദൈവത്തിന് സാക്ഷ്യം നൽകുക, പ്രകാശത്തിന് സാക്ഷ്യം നൽകുക, സത്യത്തിന് സാക്ഷ്യം നൽകുക, സ്നേഹത്തിന് സാക്ഷ്യം നൽകുക, കരുണയ്ക്ക് സാക്ഷ്യം നൽകുക. ഇതാണ് ഓരോ ക്രൈസ്തവനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ഒരു മനുഷ്യ ജീവിതത്തിലുള്ള എല്ലാ ബലഹീനതകളെയും എല്ലാ കുറവുകളെയും അവൻ്റെ ജീവിതത്തിലുള്ള എല്ലാ പോരായ്മകളെയും നികത്തുവാൻ ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. നമുക്കറിയാം ശിഷ്യന്മാരുടെ കഥ. പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പുള്ള അവരുടെ സ്ഥിതി നമുക്കറിയാം. യേശുവിൻ്റെ കൂടെ 3 വർഷം നടന്നിട്ടും യേശു പഠിപ്പിച്ചതോ പറഞ്ഞതോ ഒന്നും മനസ്സിലാകാതെ എല്ലാം മറന്ന് സാധാരണ മനുഷ്യരെ പോലെ നടന്ന കുറേ 12 ശിഷ്യന്മാർ. യൂദാസ് ഒറ്റിക്കൊടുത്തു. 30 വെള്ളിക്കാശ് കേട്ടപ്പോൾ യൂദാസ് എല്ലാം മറന്നുപോയി. പത്രോസ് എല്ലാം മറന്ന് ഗുരുവിനെ തള്ളിപ്പറഞ്ഞു. ബാക്കി 12 പേരും പീഡാസഹന സമയത്ത് 11 പേരും 11 വഴിക്ക് ഓടിപ്പോവുകയാണ്. എങ്കിലും ഈശോ അവരെക്കുറിച്ചൊട്ടും നിരാശനായിരുന്നില്ല. കാരണം ഈശോയ്ക്ക് അറിയാം, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഇവരിലെല്ലാം വലിയ മാറ്റങ്ങളുണ്ടാവും. പ്രിയമുള്ളവരെ, ആ മാറ്റമാണ് നമ്മൾ പെന്തക്കോസ്ത തിരുനാളിൽ കാണും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദ ഡേ ബിഫോർ ദ പെന്തക്കോസ്റ്റ് ആൻഡ് ദ ഡേ ആഫ്റ്റർ ദ പെന്തക്കോസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെന്തക്കോസ്തയാണ് ഒരുവനെ ക്രിസ്ത്യാനിയാക്കി മാറ്റുക. പരിശുദ്ധാത്മ സാന്നിധ്യം. ഇന്ന് എന്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഇത്രയും വർഷങ്ങളായിട്ടും ക്രിസ്ത്യാനിയെ മനുഷ്യർ തിരിച്ചറിയുന്നില്ല? നമ്മളെല്ലാം മാമോദിസ സ്വീകരിച്ചവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ധ്യാനം കൂടിയവരാണ്. പക്ഷേ എങ്കിലും നമ്മളിലുള്ള ആ ഒരു വ്യത്യാസത്തിനെ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇന്നൊരുവരെ ക്രിസ്ത്യാനിയാണെന്ന് അറിയപ്പെടുന്നത് അവൻ്റെ പേര് കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവിടുന്ന് കൊന്ത ഉപയോഗിക്കുന്ന കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ വെന്തിങ് ഉപയോഗിക്കുന്ന കൊണ്ടിട്ടാണ്. എന്നാൽ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഒരുവനെ ക്രിസ്ത്യാനിയെ തിരിച്ചറിഞ്ഞത് ഈ രൂപഭാവങ്ങൾ കൊണ്ടൊന്നും അല്ല. അവനിലുണ്ടായിരുന്ന പരിശുദ്ധാത്മ ശക്തിയുടെ അതിപ്രസരണം, ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ പരിശുദ്ധാത്മ ശക്തി നമ്മളിൽ പ്രകടമാകുന്നില്ലെങ്കിൽ നമ്മളൊരു ക്രിസ്ത്യാനിയാന്ന് പറയുന്നതിന് അർത്ഥമില്ല. ഇതാണ് നമ്മൾ പെന്തക്കോസ്തയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത്. 12 ശിഷ്യന്മാർ, ഒരുപക്ഷേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മണ്ടന്മാരായ, ഏറ്റവും കഴിവില്ലാത്ത, ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത 12 പേരുടെ ജീവിതത്തിൽ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കാണുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം. എന്താ വ്യത്യാസം? ആ 12 പേര് ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും വിവരമില്ലാത്ത, കഴിവില്ലാത്ത, വിഡ്ഢികളായിട്ടുള്ള, ഭോഷന്മാരായിട്ടുള്ള 12 പേര് അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ എത്തിയപ്പോഴത്തേക്കും അവരെക്കുറിച്ച് ഇങ്ങനെയാണ് റോമാ സാമ്രാജ്യം പറയുന്നത്: ഇതാ ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെ എത്തിയിരിക്കുന്നു. അത്ര അത്ഭുതകരമായ മാറ്റം ഈ ശിഷ്യന്മാരിലുണ്ടായി. ആ മാറ്റം യേശുവിൽ അന്ന് വിശ്വസിച്ചിരുന്ന എല്ലാ മനുഷ്യരിലും ഉണ്ടായിരുന്നു.
ഈ ഒരു പെന്തക്കോസ്ത അനുഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിലൊന്നും ഈ പരിശുദ്ധാത്മ വിഷയമാകാറില്ല. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തുടക്കത്തിൽ ഒരു സ്റ്റെപ്പ് എന്ന രീതിയിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചു, അല്ലാണ്ട് പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് നമ്മളിപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥന ഏറ്റവും ഭൂരിഭാഗം സമയം ചെലവഴിക്കുക. എന്നാൽ നമ്മുടെ ഒരു ശുശ്രൂഷകളിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ചെലവഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു ദിവസത്തിൽ പരിശുദ്ധാത്മ പ്രാർത്ഥിക്കുന്ന പോലും ഉണ്ടാവില്ല. കാരണം ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം, ഈ വ്യക്തി, ഈ ശക്തിയുടെ അഭാവമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. 77-ാം സങ്കീർത്തനം 10-ാമത്തെ വചനം പറയുന്നുണ്ട്, ദാവീദ് പറയുന്നുണ്ട്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം. അതെ, ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കാരണം ഈ ശക്തി നമ്മളിൽ പ്രകടമാകുന്നില്ല. ഒരുവനെ ക്രിസ്ത്യാനിയാക്കുന്ന ഏക ഘടകം ദ ലിവിങ് പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് പവർ. ശിഷ്യന്മാരിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസിൻ്റെയും പൗലോസിൻ്റെയൊക്കെ നിഴല് പോലും അടിച്ചു പോലും രോഗികൾ സുഖപ്പെട്ടിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ പിശാചുക്കൾ ഇറങ്ങി ഓടിയിരുന്നു. ബിക്കോസ് അത്രമാത്രം പരിശുദ്ധാത്മ സാന്നിധ്യം ആദിമ ക്രിസ്ത്യാനികളുണ്ടായിരുന്നു. എന്നാൽ കാലങ്ങൾ ചെല്ലുന്തോറും ഈ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ കുറഞ്ഞുപോയി. ദൈവത്തിൻ്റെ കരുണയാണ് ഈ ആത്മാവ്. ദൈവകരുണയുടെ ഏറ്റവും ലാസ്റ്റ് പോയിൻ്റാണ് പരിശുദ്ധാത്മാവ് നമ്മൾ പറയുന്നത്. കാരണം ദൈവം തന്നെ പൂർണ്ണമായി നമുക്ക് നൽകുകയാണ്. തൻ്റെ അന്തസത്തയെ ദൈവം നമുക്ക് പങ്കുവെച്ച് തരികയാണ്. ആർക്ക്? ഈ ലോകത്തിൻ്റെ പുറകെ നടന്നിരുന്ന നമ്മളുടെ മേൽ തൻ്റെ ആത്യന്തിക ചൈതന്യത്തെ നിക്ഷേപിക്കുകയാണ് ദൈവം. ഇതാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും മൂർത്തീഭാവം എന്ന് നമ്മൾ പറയും. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നത്, 1-ാമത്തെ ആ വചനം മുതൽ വായിക്കാം. പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തുനിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവനമനുസരിച്ച് അവർ വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് പെന്തക്കോസ്ത സംഭവിച്ചത്. അവർ വലിയ നിറവുണ്ടാകണം. ഈ പരിശുദ്ധാത്മ നിറഞ്ഞതിന് ശേഷം പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ പ്രസംഗം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഇവർ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ച് പ്രസംഗിക്കുന്നതാണ്. അവരോട് പത്രോസ് കൊടുക്കുന്നൊരു വലിയ ഉത്തരമുണ്ട്. ഇത് പ്രിയമുള്ളവരെ, ഞങ്ങൾ മദ്യം കഴിച്ചതുകൊണ്ടോ വീഞ്ഞ് കഴിച്ചതുകൊണ്ടോ അല്ല, പ്രത്യുത ഇത് ജോയേൽ പ്രവാചകൻ പ്രവചിച്ച ഒരു വലിയ യാഥാർത്ഥ്യമാണ്. എന്താണ് ജോയേൽ പ്രവാചകൻ പറഞ്ഞത്? അപ്പോസ്തല പ്രവർത്തനം 2:17 നമ്മൾ വായിക്കുകയാണ്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ഇതൊരു വലിയ വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുമെന്നും ആ പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു വചനത്തെ നമ്മൾ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പറയുകയാണ്, എല്ലാ മനുഷ്യരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഒന്നാമതൊരു പ്രവചനമുണ്ടാകുന്നു. 2, നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞതിന് വലിയ ദർശനങ്ങൾ. കാരണം ഈ പരിശുദ്ധാത്മാവാണ് അന്ധകാരത്തിൽ കിടക്കുന്ന ജനത്തിന് ദൈവത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ കൊടുക്കുന്നത്, മനുഷ്യ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ കൊടുക്കുന്നത്, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ദർശനം കൊടുക്കുക. ഈ ദർശനം നമുക്ക് ലഭിക്കണം. ഇതിന് കാഴ്ചയെന്ന് നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ വേറെ തലവനാൽ ബോധ്യങ്ങളെന്ന് നമ്മൾ പറയുന്നു. പരിശുദ്ധാത്മാവാണ് ഈ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവിക സത്യങ്ങളെ, ദൈവിക അറിവുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മ. അതിനാണ് നമ്മൾ ദർശനങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ അവന് പരിശുദ്ധാത്മാവ് നൽകുന്ന 12 വിഷൻസ് നമ്മൾ പറയുന്നത്. ഈ ദർശനം ഒരു ക്രൈസ്തവ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായൊരു ദർശനമാണ് പരിശുദ്ധാത്മ നൽകുന്ന ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. ഇന്ന്
മനുഷ്യർക്ക് അറിയാം, നമ്മളൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നതാണ്, ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പക്ഷേ ഒരു 90% ക്രിസ്ത്യാനിക്കും ഈ പിതാവ് ആരാണ് എന്ന് അറിഞ്ഞുകൂടാ. ആ ഒരു കൺവിക്ഷൻ ഇല്ല. ഒരു ക്രൈസ്തവ ജീവിതം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, ഈ ലോകത്തിലെ മനുഷ്യൻ്റെ എല്ലാ മനുഷ്യരുടെയും ആത്യന്തികമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഈ ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പീലിപ്പോസ് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. 14-ാമത്തെ അധ്യായം 8-ാമത്തെ വചനത്തിൽ നമ്മൾ കേൾക്കുകയാണ്. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അതു മതി. യേശു വെളിപ്പെടുത്തി കൊടുത്ത ദൈവീക സങ്കല്പം, ആ ദൈവത്തിൻ്റെ രൂപം, അബാ പിതാവേ എന്ന് പറയുന്ന ആ പിതാവെന്ന് പറഞ്ഞ വലിയ രൂപം, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പീലിപ്പോസ് പറയുകയാണ്, ഞങ്ങൾക്ക് ആ പിതാവിനെ കാണിച്ചത്, ഞങ്ങൾക്കത് മതി. കാരണം ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം ആരംഭിക്കേണ്ടത് ഈ ആബാ എക്സ്പീരിയൻസിൽ നിന്നാണ്. യേശു നമുക്ക് വലിയൊരു മാതൃക കാണിച്ചത്. ഞാൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുക? എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി വന്നതാണ്. ഇന്ന് നമ്മളിൽ പലർക്കും ഈ പിതാവിനെ അറിയാത്തത് കൊണ്ട് നമ്മളൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും അന്വേഷിച്ചും നിറവേറ്റിയും നടക്കുകയാണ്. അങ്ങനെ മനുഷ്യ ജീവിതത്തിൻ്റെ അസ്തിത്വം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുമ്പോഴാണ് ഈശോ നമുക്ക് വലിയൊരു മാതൃക കാണിച്ചു തരികയാണ്. എന്താണ്, എങ്ങനെയാണ് മനുഷ്യൻ അവൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിൽ നമ്മൾ പങ്കുകാരാകുന്നത്. നമ്മൾ ദൈവപിതാവിൻ്റെ മക്കളാണെന്നും ആ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിച്ച് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ദൈവിക മഹത്വം ഉണ്ടാകുന്ന ഈശോ നമ്മൾ കാണിച്ചു തരികയാണ്. ഇവിടെയാണ് ആ ആബാ എക്സ്പീരിയൻസ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിക്ക് നൽകുന്ന ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കൺവിക്ഷനാണ്, ഒരു ബോധ്യമാണ്, ദൈവം നമ്മുടെ അപ്പച്ചനാണ്. കാരണം നമുക്കെല്ലാവർക്കും ഒരു അനാഥത്വമുണ്ട്, നമ്മൾക്കൊരു എക്സിസ്റ്റൻസ് പ്രോബ്ലമുണ്ട്. ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, ഞാൻ എന്തിനീ ഭൂമിയിൽ ജീവിക്കുന്നു, എൻ്റെ ജീവിതത്തിന് അർത്ഥം എന്താണ്, ഇത് കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകും? ഈ ഒരു ചോദ്യം എല്ലാ മനുഷ്യരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമുക്കൊരു ഒരു ഉത്തരം തരുന്നുണ്ട്. നീ എവിടെ നിന്നോ വന്നതല്ല, നീ എല്ലാ പൗലോസ് എഫെസോസ്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, സകല പിതൃത്വങ്ങളുടെയും പിതാവായ ദൈവം, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ഉറവ പൊട്ടി വരുന്ന അല്ലെങ്കിൽ ഉരുവാക്കപ്പെടുന്ന ആ പിതാവിനെ കുറിച്ചുള്ള അറിവ്, നമ്മൾക്ക് എല്ലാവർക്കും അസ്തിത്വം നൽകപ്പെട്ട ആ വലിയ പിതാവിനെ കുറിച്ചുള്ള അറിവ്. ഇതാണ് പീലിപ്പോസ് പറയുക, ആ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. ഇന്ന് നമ്മളെല്ലാവരുടെയും പ്രശ്നം, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ നിക്ഷിപ്തമായിരിക്കുന്ന വലിയൊരു ദാഹമാണ് ദൈവത്തെ അന്വേഷിക്കുന്നൊരു പ്രവണത. അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനിൽ തന്നെ ദൈവം രൂപപ്പെടുത്തിയിട്ടുണ്ട്, നമ്മൾ ദൈവത്തെ അന്വേഷിക്കാനുള്ളൊരു വാഞ്ച നമ്മളെല്ലാവരിലുണ്ട്. പക്ഷേ ഈ ദൈവത്തെ അറിയാതെയുള്ള ആ ഒരു ജീവിതം മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒത്തിരി അസ്വസ്ഥതയും അനാഥത്വം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ. യേശു പഠിപ്പിച്ച ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവ്. ദൈവം നമ്മളുടെ പിതാവ്. പിതാവ് എന്നല്ല ഉപയോഗിച്ച വാക്ക്, അബാ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അബ്ബാൻ്റെ അർത്ഥം അപ്പച്ചൻ, ചാച്ചൻ, പപ്പാ. ഒരു ഹെബ്രായ കുട്ടി തൻ്റെ അപ്പനെ വിളിക്കുന്ന ഭാഷയാണ് അബ്ബാ. ഒരു മലയാളി കുട്ടി അപ്പച്ച, ചാച്ച, പപ്പ, ഡാഡി എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ്. ഇതാണ് ദൈവം നിനക്ക്. ഈ അസ്തിത്വത്തെ മനസ്സിലാക്കണം. ഇന്ന് പലരും ഇതിനെക്കുറിച്ച് അറിവുണ്ട്, പക്ഷേ നമുക്ക് ബോധ്യമില്ല. അതുകൊണ്ട് എന്താണ്, ഞാൻ ആരാണെന്നും എൻ്റെ ദൈവം ആരാണെന്നും അറിയാത്തത് കൊണ്ട് ഇന്നും നമ്മൾ ദൈവവിശ്വാസി എന്ന് പറയുമ്പോഴും നമ്മളെല്ലാവരും ഇന്ന് ഉത്കണ്ഠ, ഭയം, ആകുലത, ജീവിത വ്യഗ്രത, ഇങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ വ്യഗ്രതയും ഭയം കൊണ്ട് നമ്മൾ നടക്കുകയാണ്. കാരണം നമ്മളെല്ലാം ക്രിസ്ത്യാനി എന്ന് പറയുന്നുണ്ട്, നമ്മളെല്ലാം ദൈവത്തെ പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നുമുണ്ട്. പക്ഷേ ആ ബോധ്യത്തിലല്ല നമ്മൾ ജീവിക്കണം. കാരണം ആ ബോധ്യം നമുക്ക് കിട്ടിയിട്ടില്ല. ഈ ബോധ്യം നമുക്ക് പഠിച്ചതുകൊണ്ടോ ധ്യാനിച്ചതുകൊണ്ടോ ഒന്നും കിട്ടത്തില്ല. ഈ ബോധ്യം നമുക്ക് തരുന്ന വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദാനങ്ങളിലൊന്നാണ് ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള ആ വലിയ തിരിച്ചറിവ്. ഇതാണ് റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 8-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വചനം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന
അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവ് അതല്ല നമുക്ക് തരുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഭയത്തിലേക്ക് നയിക്കുന്ന, വീണ്ടും നമ്മളെ ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ആത്മാവിനെ അല്ല. കാരണം ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരിലുള്ള ഒരു അടിമത്തമാണ് ഈ ഭയം. കാരണം ഉത്ഭവ പാപത്തിൻ്റെ ഫലമായി എല്ലാ മനുഷ്യരിലും ജന്മനാൽ വന്നു കയറിയിരിക്കുന്ന ഒരു അടിമത്ത അവസ്ഥ, ഭയം. അടിസ്ഥാനപരമായ 3 ഭയങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലുള്ള നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള കുറ്റബോധം. നമ്മളൊക്കെ തെറ്റുകളും മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. ഇതെപ്പോഴും നമ്മളെ വേട്ടയാടുകയാണ്, ഓരോ മനുഷ്യനെയും വേട്ടയാടുകയാണ്. കാരണം ഒരു ശിക്ഷയെക്കുറിച്ച് അല്ലെങ്കിൽ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള അമിതമായൊരു കുറ്റബോധം, ഇതൊരു വലിയ ഭയമാണ്. ചെയ്ത് തെറ്റിപ്പോയി, ഇനി എന്ത് സംഭവിക്കും, ഞാൻ ചെയ്ത് എങ്ങനെയൊക്കെ ആയിപ്പോയി, ഇതിൻ്റെ പരിണിതഫലം എന്തായിരിക്കും, ഞാൻ നശിക്കുമോ മരിക്കുമോ, അത് പ്രശ്നമാകുമോ, ഇങ്ങനെയുള്ള വലിയ ഭയത്തിൽ അനേകർ കിടക്കുകയാണ്. രണ്ടാമത്തെ ഒരു ഭയമാണ്, നമ്മളെ അടിമപ്പെടുത്തുന്ന ഒരു ഭയമാണ് നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ആങ്സൈറ്റി എന്ന് നമ്മൾ പറയും. കാരണം എൻ്റെ ഭാവി എന്തായിരിക്കും, ഇനി ഞാൻ ഇത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചെല്ലാം വളരെ മോശമായതും പരാജയങ്ങളൊക്കെയാണ്. ഇനിയിപ്പം നാളെ എന്ത് സംഭവിക്കും, എൻ്റെ ഭാവി എന്തായി തീരും, എല്ലാം ശരിയാകുമോ എന്നുള്ള അമിതമായൊരു ഉത്കണ്ഠ, ഇതൊരു വലിയ ഭയമാണ്. മൂന്നാമത്തെ ഒരു വലിയ ഭയം മനുഷ്യനെ പിടിക്കുന്നതാണ് തൻ്റെ തന്നെ കഴിവുകളെക്കുറിച്ചുള്ള വിശ്വാസമില്ലായ്മ, ലാക്ക് ഓഫ് സെൽഫ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന ഇൻഫീരിയോറിറ്റി കോം, അപകർഷതാബോധം നമ്മൾ വിളിക്കും. കാരണം ഇത് മനുഷ്യൻ്റെ വലിയൊരു പ്രശ്നമാണ്. എനിക്കിത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, ഞാൻ ശരിയാവുമോ, എൻ്റെ ജീവിതം വിജയിക്കുമോ, എനിക്ക് കഴിവുണ്ടോ, ഇങ്ങനെ എല്ലാ കാര്യം പഠിക്കുന്നതിനെക്കുറിച്ച് സംശയം, കളിക്കുന്നതിനെക്കുറിച്ച്, ഭാവി ബിസിനസ്സിനെ, ജോലിയെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച് എല്ലാം ഉള്ളൊരു ഭയം, ഈ അപകർഷതാബോധം. ഈ 3 തരത്തിലുള്ള ഭയം ഇല്ലാത്ത മനുഷ്യർ വളരെ ചുരുക്കമാണ്. ഇത് പാപത്തിൻ്റെ ഫലം ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുകയാണ്. ആദ്യ പാപം ചെയ്ത മനുഷ്യനിലേക്ക് വന്നു കയറിയ പാപത്തിൻ്റെ റിസൾട്ട് എന്നാണ് നമുക്ക് വിളിക്കാം. അവർ ഭയപ്പെട്ട് ഒളിച്ചിരുന്നു എന്ന് പറയാം. ദൈവം അവരെ തേടി വരികയാണ്. അപ്പോൾ അവർ ഒളിച്ചിരുന്ന് പറയുകയാണ്, ഞങ്ങൾ നഗ്നരാണ്, ഞങ്ങൾക്ക് ഭയമാണ്. അതും വിളിച്ച് പറയാം. ഈ അടിമത്വം, ഇത് പിശാച് തരുന്നൊരു അടിമത്വമാണ്. ഈ അടിമത്തത്തിൽ നിന്നും ഒരു മനുഷ്യൻ സ്വതന്ത്രനാകുന്നത് ഈ അബ്ബായെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ്. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിക്കുന്ന, നമ്മുടെ പാപങ്ങൾ പരിഗണിക്കാതെ, നമ്മുടെ തെറ്റുകൾ മനസ്സിൽ വയ്ക്കാതെ എന്നും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളിലേക്ക് ഇറങ്ങി വന്ന് നമ്മളെ വാരിയെടുക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രം കൈനീട്ടുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പച്ചൻ നമുക്കുണ്ട്. അതാണ് ഈശോ നമുക്ക് വെളിപ്പെടുത്തുന്ന ദൈവസങ്കല്പം. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ കാണുകയാണ്. അവിടെ ഒരു ധൂർത്തപുത്രൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ആ കഥ ധൂർത്തനായ പുത്രൻ്റെ കഥയല്ല. അതൊരു ധൂർത്തനായൊരു അപ്പൻ്റെ കഥയാണ്. പാപം ചെയ്ത്, തോന്നിവാസം ചെയ്ത്, താൻ തോന്നിത്തരം ചെയ്ത്, സ്വന്തം അഹങ്കാരത്തിൽ ജീവിതം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, വീട് വിട്ട് ഇറങ്ങിപ്പോയൊരു മകൻ, ആ മകൻ്റെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരപ്പൻ. എങ്ങനെയാണ് കാത്തിരിക്കുക? കയ്യിൽ വടിയായിട്ടല്ല, കൊണ്ടുപോയ പണത്തിൻ്റെ കണക്ക് പുസ്തകമായിട്ടല്ല, അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കാൻ വേണ്ടി ആൾക്കാരെ ഒരുക്കി വെച്ചിട്ടല്ല കാത്തിരിക്കേണ്ടത്. വലിയ കൊഴുത്ത കുഞ്ഞാടിനെ, വെളുത്ത കാളക്കുട്ടിയെ കൊന്നുകൊണ്ട് വലിയ വിരുന്നൊരുക്കി ഒരു അപ്പൻ കാത്തിരിക്കുകയാണ്. ആ വീട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ, മോതിരം, അവന് ഏറ്റവും ശ്രേഷ്ഠമായ പാദരക്ഷകൾ ഒരുക്കി വെച്ച് വലിയ സന്നാഹത്തോടെ വലിയ വിരുന്നൊരുക്കി ഒരു അപ്പൻ കാത്തിരിക്കുന്നു. ഈ ഒരു അപ്പനെ അറിയാത്തതാണ് നമ്മുടെ എല്ലാം അടിസ്ഥാന പ്രശ്നം. കാരണം നമുക്കൊക്കെ ദൈവത്തെക്കുറിച്ച് വികലമായ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ദൈവം അതാണ്, ഇതാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഇല്ല, ദൈവം ആരാണ്, ഇത് പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. ദൈവം നിൻ്റെ അപ്പച്ചനാണ്. ഈ ബോധ്യം കിട്ടാത്ത ഒരു വ്യക്തിക്കും അവൻ്റെ ക്രൈസ്തവ ജീവിതം പൂർണ്ണമായി നിർവഹിക്കാൻ സാധിക്കില്ല. അവനെപ്പോഴും സംശയമായിരിക്കും, അവനെപ്പോഴും ഭയമായിരിക്കും, അവനെപ്പോഴും ഉത്കണ്ഠയായിരിക്കും. കാരണം ദൈവം ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയും, ഇതൊക്കെ ചെയ്യണം, പക്ഷെ നമുക്ക് പേടിയാണ്. ഇതൊക്കെ ചെയ്താൽ ശരിയാവുമോ, ഇത് ചെയ്താൽ ജീവിക്കാൻ പറ്റുമോ? കാരണം ഈ മനുഷ്യർക്ക് ഒരിക്കലും, ഈ ഭയമുള്ള മനുഷ്യർക്ക് ഒരിക്കലും ദൈവവചനം പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു മനുഷ്യന് ഈ ഭയത്തിൽ നിന്ന് മാറ്റപ്പെടണം. ഈ ഭയത്തിൽ നമ്മൾ മാറപ്പെടുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാ നമ്മളിൽ വന്നു കഴിയുമ്പോഴാണ് ഈ ഭയം മാറ്റപ്പെടുക.
ഈ പരിശുദ്ധാത്മാവാണ് നമ്മൾ ഭയം മാറ്റുന്ന അടിസ്ഥാന സത്യം നമുക്ക് വെളിപ്പെടും. എന്താണ്? നീ അനാഥനല്ല, നിനക്കൊരു അപ്പനുണ്ട്. ആ അപ്പൻ നിന്നെ ശിക്ഷിക്കുന്നവനല്ല, ആ അപ്പൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. എല്ലാം നഷ്ടപ്പെടുത്തി തിരിച്ചു വരുന്നൊരു ദൂർത്തമകൻ, അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പൻ നമ്മൾ കാണുകയാണ്. ബൈബിളിലെ ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണ്. ആ മകനെ കണ്ട മാത്രയിൽ ആ അപ്പൻ ഓടി വരുന്നത്. ഗോഡ് റാൻ എന്നാണ് പറയുന്നത്. ലോകത്തിൽ ഒരു പുസ്തകത്തിൽ, ഒരു വേദപുസ്തകത്തിലും നമ്മൾ കണ്ടിട്ടില്ല ഓടുന്നൊരു ദൈവത്തെ. ആരെടുക്കലേക്ക് ഓടുന്ന ദൈവം? എല്ലാം നഷ്ടപ്പെട്ട് കുറ്റബോധത്തിൽ, നിരാശയിൽ, എല്ലാം തകർന്നൊരു മകൻ്റെ അടുക്കലേക്ക് ഓടി വരുന്നൊരപ്പൻ. ഇത് യേശു പഠിപ്പിച്ച അപ്പനാണ്. നിന്നെക്കുറിച്ച് അത്രമാത്രം കരുതലുള്ളൊരപ്പൻ. നീ എനിക്ക് പ്രിയങ്കരനും ബഹുമാന്യനും അമൂല്യനുമാണ് യെശയ്യായിലൂടെ പറഞ്ഞൊരപ്പനുണ്ട്. നിന്റെ പേരെൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയൊരു അപ്പനുണ്ട്. നീ എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണെന്ന് പറഞ്ഞ അപ്പനുണ്ട്. നിന്റെ ഇടതുവശത്ത് 1000 മരിച്ചു വീണേക്കാൻ നിന്റെ വലതുവശത്ത് 10,000, നിനക്കൊരു അനർത്ഥം സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ ആ ദൈവം നിന്റെ അപ്പനാണ്. ഈ അവബോധമാണ് പ്രിയമുള്ളവരെ ഒരുവൻ്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും എസെൻസ്. ഇതില്ലാത്ത ഒരാൾക്കും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. കാരണം അവൻ ഭയത്തിനടിമയായിരിക്കും, അവൻ അപകർഷാബോധത്തിന് അടിമയായിരിക്കും, അവൻ നാളെക്കുറിച്ച് വ്യഗ്രതകൾ, ഉത്കണ്ഠകളുള്ളതായിരിക്കും. കാരണം സർവ്വസമ്പന്നനായ, സർവാധിപനായ, സർവശക്തനായ, പരിപൂർണ വിശുദ്ധനായ ഒരു ദൈവം എൻ്റെ അപ്പനാണ്. എന്നെ കരുതുന്നവൻ, എന്നെക്കുറിച്ച് കരുതലുള്ളവൻ, എനിക്ക് വേണ്ടി എൻ്റെ എല്ലാ പാപങ്ങളും, തെറ്റുകളും മറന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, എന്നെ അനുഗ്രഹിക്കാൻ മാത്രം അറിയുന്ന ഒരപ്പൻ്റെ മകനാണ് ഞാനെന്ന് തിരിച്ചറിയണം. ഈ അവബോധമാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ വിഷൻ എന്ന് പറയുന്നത്. ഇതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ലോകത്തിൽ ക്രിസ്ത്യാനിക്ക് മാത്രം അവകാശപ്പെട്ടിട്ടുള്ള, അത് പരിശുദ്ധാത്മാവ് തരുന്ന ഏറ്റവും വലിയ ദാനമാണ്. ഈ ഒരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഭയമില്ല. കാരണം എനിക്ക് എന്നെ സ്നേഹിക്കുന്ന, എൻ്റെ തെറ്റുകളും കുറവുകളും മാറ്റിവെച്ച്, കാരണം നമ്മുടെ കുറവുകളിലേക്കൊക്കെ ഇറങ്ങി വരുന്നൊരു ദൈവം, അതാണ് ദൈവം ഓടി വന്നെന്ന് പറയാം. മെലിഞ്ഞ് ശരീരം ദുർഗന്ധം വമിക്കുന്ന പന്നികളുടെ ഗന്ധമുള്ള ആ മകൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരിക, അവനെ വാരിയെടുക്കുകയാണ്, അവനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുകയാണ്, അവനെ വലിയ ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രങ്ങൾ അണിയിക്കുന്നു, മോതിരമണിയിക്കുന്നു. ആ വീട്ടിലെ ഏറ്റവും ശ്രേഷ്ഠമായത് അവന് കൊടുക്കുന്ന ദൈവം. എല്ലാം നശിച്ചപ്പനെ ദൈവം കൊടുക്കുകയാണ്. കാരണം ആ അപ്പൻ, ഇങ്ങനെ ഒരു അപ്പൻ നിനക്കുണ്ടെന്ന് നീ അറിയാത്തിടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ എന്നും ഈ അനാഥത്വം ഉണ്ടാവും. ആ അനാഥത്വം നിന്നെ ഭയത്തിലേക്കും ഉത്കണ്ഠകളിലേക്കും സംശയത്തിലെ അപകർഷത്തിലേക്കും കൊണ്ടും. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ വിഷൻ. ഈ ദിവസങ്ങൾ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇതൊരു കൺവിക്ഷനാണ്. ഇത് ഹോളി സ്പിരിറ്റ് മാത്രം നമുക്ക് തരുന്ന കൺവിക്ഷനാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷനാണ് പരിശുദ്ധാത്മ തരുന്നത്. ആരാണ് യേശു? He is the only savior of the world. He is the one and only savior of the world. ഏക രക്ഷകൻ. ഈ ലോകത്തിൽ മനുഷ്യർക്ക് ദൈവത്തെ ദർശിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുള്ള ഏക വ്യക്തി, ഏകരൂപം യേശു. ഈ ബോധ്യത്തിലാണ് ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസ ജീവിതം ആരംഭിക്കുന്നത്. ഇന്ന് ലോകത്തിലൊരു 80% ക്രിസ്ത്യാനികൾക്കും ഈ ബോധ്യമില്ല. കാരണം അവർ വിചാരിക്കുന്നത് യേശു എല്ലാ ദൈവങ്ങളെ പോലെ ഒരു ദൈവം അല്ല. ഇതാണ് നമ്മുടെ ക്രൈസ്തവത്തിൻ്റെ അടിസ്ഥാന വിശ്വാസം. ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ ഞാനല്ലാതെ യേശു എന്ന നാമം വേറൊരു നാമം നൽകപ്പെട്ടിട്ടില്ല. വേറൊരു ദൈവമില്ല, മറ്റൊരു രക്ഷകനില്ല. ഇതൊരു വലിയ കൺവിക്ഷനാണ്. ഈ കൺവിക്ഷന് ലഭിക്കാത്ത ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി പ്രകടമാവില്ല. അവൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ ദൈവം വാഗ്ദാനം ചെയ്ത ആ കൃപകളൊന്നും ഒഴുകത്തില്ല. കാരണം എപ്പോഴും സംശയമായിരിക്കും, യേശു മാത്രമാണോ അതോ മറ്റു ദൈവങ്ങളല്ലേ? ഈ കൺവിക്ഷൻ തരുന്ന പരിശുദ്ധാത്മാവ്. കൊരിന്തോസർക്ക് എഴുതിയ ലേഖനം, 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനം പറയുകയാണ്, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജീസസ് ഈസ് ദ ഓൺലി ഗാഡ്, ഈസ് ദ ഓൺലി സേവിയർ എന്ന ആ വലിയ ബോധ്യം ഒരു വ്യക്തിക്ക് കിട്ടണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരാതെ സാധിക്കില്ല. ഇത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ കൺവിക്ഷനാണ്.
ഈ വലിയ സത്യത്തിൽ മാത്രമേ യേശു വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളും കൃപകളും യേശുവിൻ്റെ അത്ഭുതകര പ്രവൃത്തികൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുകയുള്ളൂ. ഇന്നും അനേകം ക്രിസ്ത്യാനി ജീവിതത്തിൽ പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ടെങ്കിലും they don't have this conviction that he is the only savior, he is the only God of the universe. കാരണം മനുഷ്യന് ദൈവത്തെ കാണുവാൻ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന ഒരു രൂപവും ഒരു നാമവും യേശു മാത്രം. യേശുവിൽ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ. വേറെ ആരിലും നിനക്ക് ദൈവത്തെ അന്വേഷിച്ചാൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് അവന മാത്രമാണ് ആ രൂപമെന്ന് ബോധ്യപ്പെടണം. ഇന്ന് നമ്മളൊക്കെ 1 കോടി ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന രാജ്യത്ത് ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഇടയിൽ ഒരു ദൈവം യേശു. അങ്ങനെയുള്ളവർക്കൊന്നും ഈ പരിശുദ്ധാത്മ ശക്തി പ്രകടമാവില്ല. അവരിൽ നിന്നും ദൈവത്തിൻ്റെ വാഗ്ദാനം ഏകദേശം 8500 പരം വാഗ്ദാനങ്ങൾ ദൈവം നമുക്ക് നൽകി. ഇതൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നും നമ്മൾ ഈ ലോകത്തിലെ സദാ മനുഷ്യരെ പോലെ കാരണം ഈ കൺവിക്ഷൻ ഇല്ല. ഈ കൺവിക്ഷൻ തരുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ പഠിച്ചതുകൊണ്ടൊന്നും കൺവിക്ഷൻ കിട്ടില്ല. ബൈബിൾ പഠിച്ചതുകൊണ്ടോ എന്ത് കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് കൺവിക്ഷൻ കിട്ടി. കൺവിക്ഷൻ പരിശുദ്ധാത്മാവ് തരണം. ജീസസ് ഈസ് ദ ഓൺലി ഗാഡ് ഓഫ് ദി യൂണിവേഴ്സ്. ഈ ബോധ്യത്തിൽ നിന്ന് നമ്മൾ വരണം. ഇതാണ് പരിശുദ്ധ രണ്ടാമത്തെ കൺവിക്ഷൻ. പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇതാണ് വലിയൊരു അറിവാണ്. ഈ തിരിച്ചറിവ് നമുക്ക് കിട്ടാത്തിടത്തോളം കാലം നമുക്ക് യേശുവിൽ വിശ്വസിക്കാനോ യേശു പറഞ്ഞ വാഗ്ദാനങ്ങൾ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് നമ്മുടെ വലിയൊരു ബലഹീനതയാണ്. കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരല്ല. നമ്മൾ വിചാരിക്കാം യേശു ഉണ്ട്, ഓക്കെ, ബാക്കി ദൈവങ്ങളുണ്ട്, എല്ലാം ഒന്ന് തന്നെ. ഇന്ന് അനേകം എല്ലാം ഒന്ന് തന്നെ എന്ന് വിശ്വസിക്കാൻ അനേകം ക്രിസ്ത്യാനികളുണ്ട്. എല്ലാം ഒന്നല്ല. There is only one God. There is only one Savior. വേറെ ഒന്നിനും നിന്നെ രക്ഷിക്കാനോ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇടപെടാനോ കഴിയില്ല. പക്ഷേ ഇത് നിനക്ക് ബോധ്യപ്പെടണം. ഈ ബോധ്യത്തിൻ്റെ അഭാവമാണ് നിന്റെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ കാരണം. ഇത് പരിശുദ്ധാത്മ മാത്രം തരുള്ളൂ. നീ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ വലിയൊരു വിഷൻ പരിശുദ്ധാത്മ നമുക്ക് തരുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ നിത്യജീവനെക്കുറിച്ചുള്ള ക്ലാരിറ്റി. ദ വിഷൻ അബൌട്ട് ഇറ്റേണൽ ലൈഫ്. എന്താണ് നിത്യജീവൻ? കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്ന് അനേകം ക്രിസ്ത്യാനിക്ക് അറിഞ്ഞുകൂടാ. വാട്ട് ഈസ് എ പെർപ്പസ് ഓഫ് യുവർ ലൈഫ്? നമ്മുടെ ജീവിതത്തിൻ്റെ പെർപ്പസ് എന്താണ്? നമ്മൾ എന്താണ് ഈ ഭൂമിയിൽ ആയിരിക്കുന്നത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിക്കൊണ്ട് നോ, ദർ ഇസ് എ പ്ലാൻ ആൻഡ് പേർപ്പസ്. ജെറമ്യ 29:11 പറയുന്നത് ഇതിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് ഒരു പ്ലാൻ ഉണ്ട്. എന്താണ് ആ പദ്ധതി? സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. 4 കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നീ ദൈവത്തെ അറിയണം. ഈ അറിവാണ് ഞാൻ ആദ്യം പറഞ്ഞ പിതാവാരാണ്, പുത്രനാരാണ്. 2, ആ അറിഞ്ഞ ദൈവത്തെ നീ സ്നേഹിക്കണം. എങ്ങനെ നീ സ്നേഹിക്കും? ആ സ്നേഹിക്കാനുള്ള കഴിവ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. പരിശുദ്ധാത്മാവ് കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെയോ മനുഷ്യനെയോ സ്നേഹിക്കാൻ പറ്റില്ല. കാരണം we lost that ability in paradise because of the original sin. ആ ആദ്യ പാപത്തിൻ്റെ ഫലമായി നമുക്ക് ആ കഴിവ് നഷ്ടപ്പെട്ട് സ്നേഹിക്കാനുള്ള കഴിവില്ല നമുക്ക്. ഇത് പരിശുദ്ധാത്മാവാണ് തരുന്നത്. അങ്ങനെ ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം? നമുക്ക് തോന്നിയ പോലെ സ്നേഹിച്ചാൽ പോരാ. വചനം പഠിപ്പിക്കുന്ന യോഹന്നാൻ 14:23 നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവരെൻ്റെ കൽപ്പനകൾ പാലിക്കും. അതെ, അവിടുത്തെ വചനം അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത്. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് ഒന്നു ചേരും. അങ്ങനെ 4ാമത്തെ സ്റ്റെപ്പ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. ഇതാണ് ഇറ്റേണൽ ലൈഫ്. ദൈവമായിട്ട് ഒന്നു ചേരണം. ഇതാണ് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ്. ഇതാണ് നിത്യജീവൻ. ഇന്ന് അനേകർ വിചാരിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് പോകുന്നൊരു സ്ഥലമാണ് സ്വർഗം. സ്ഥലമല്ല. കത്തോലിക്ക സഭ നമ്മളെ പറയും സ്വർഗം ഒരു സ്ഥലമല്ല, സ്വർഗം ഒരു അവസ്ഥയാണ്. എന്താണ് അവസ്ഥ? യോഹന്നാൻ സുവിശേഷം 17:3 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്? ഏക സത്യ ദൈവത്തെയും അവിടുന്ന് അയച്ച ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ സഭ നമ്മളെ പഠിപ്പിക്കുന്നു എന്താണ് ഏക സത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികളുമായിട്ടൊരു പെർഫെക്റ്റ് യൂണിയൻ വരുന്നതാണ് നിത്യജീവൻ. ദൈവവുമായിട്ട് ഐക്യപ്പെടുക. അതായത് ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ല നിത്യജീവൻ. ദൈവത്തിലായിത്തീരുക. ഈ ദൈവത്തെ അറിയിത്തീരുന്ന പിതാവിനെ അറിയണം, പുത്രനെ അറിയണം. ഈ പിതാവിനെയും പുത്രനെയും അറിയിച്ചു തരുന്ന ആളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ്. ആ അറിവിൽ നിന്നും നമുക്ക് ആ ദൈവത്തോടുണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് റിലേഷൻഷിപ്പ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഇതാണ് നമ്മുടെ അറിവ്. ഇതാണ് നമ്മളായിത്തീരേണ്ട അവസ്ഥ. അങ്ങനെ ദൈവമക്കളുടെ അവസ്ഥയിലേക്ക് നമ്മൾ നടന്നു നീങ്ങുകയും അതിനെ യോജിക്കാത്തല്ല നമ്മൾ ഉപേക്ഷിച്ച് ആ ദൈവത്തോടൊന്ന് ചേരണം.
അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ദൈവത്തോട് ഒരു മനുഷ്യൻ പരിപൂർണ ഐക്യം പ്രാപിക്കുന്ന അവസ്ഥയ്ക്കാണ് നിത്യജീവൻ. അതെവിടെ സംഭവിക്കും? അത് മരിച്ചിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് ഈ ലോകത്തായിരിക്കുമ്പോൾ തന്നെ സംഭവിക്കുന്ന ഒരു സത്യമാണ്. അതിൻ്റെ പൂർണ്ണത മരണശേഷം നമ്മൾ ലഭിക്കും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് ഈ കൺവിക്ഷൻ തരുന്നത്. ഇതാണ് ഇറ്റേണൽ ലൈഫ്. ഈ വിജാതിയർ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് മരിച്ചിട്ട് പോകുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. അത് ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കുകയും ദൈവപ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മളും ദൈവമായിട്ട് ഐക്യമുണ്ടാകും. അതുകൊണ്ട് ഈശോ പറയുന്നത് യോഹന്നാൻ 14:23 പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ കൽപ്പന പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞാനും എൻ്റെ പിതാവും അവനോടുകൂടെ വന്ന് വാസമുറപ്പിക്കുകയും ചെയ്യും. അതെ, പിതാവും പുത്രനും ഒരു വ്യക്തിയിൽ വന്ന് വാസമുറപ്പിക്കുകയാണ്. എപ്പോഴാണ്? കൽപ്പനകൾ പാലിക്കും. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഈ മൂന്നാമത്തെ ആളെവിടെ? പരിശുദ്ധാത്മാവ് എവിടെയാണ്? ഈ പരിശുദ്ധാത്മാവ് എവിടെയാണ്? 3 പേരായിട്ട് ഐക്യപ്പെടണമല്ലോ. 2 പേര് വരും എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ മൂന്നാമത്തെ ആളെവിടെ? അതാണ് യോഹന്നാൻ ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത്. 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനം ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് അരുളി ചെയ്ത വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യെസ്, ഈ വചനം ആത്മാവ് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തി വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ തന്നെയാണ്. അപ്പോൾ ആ വ്യക്തിയിലേക്ക് പിതാവും പുത്രനും വന്ന് വാസമുറപ്പിക്കും. ഇതാണ് ഇറ്റേണൽ ലൈഫ്. ഇത് പരിശുദ്ധാത്മാവാണ് ഈ വ്യക്തത നമുക്ക് തരുന്നത്. പരിശുദ്ധാത്മാവാണ് ഈ കമ്മ്യൂണിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തി. പരിശുദ്ധാത്മാവാണ് ദൈവം അപ്പാന്ന് വിളിക്കാനും യേശു രക്ഷകൻ എന്ന് വിളിക്കാനും നമുക്ക് ബോധ്യം തരുന്നത്. ഈ ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ ദൈവത്തിലേക്ക് ഒന്ന് ചേരുക. ഈ വിഷൻസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ലോകത്തിൻ്റെ പ്രകാശമായ ദീപമായ ദൈവജ്ഞാനത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ബുദ്ധിയിലും മനസ്സിലുമുള്ള എല്ലാ അന്ധകാരത്തെയും നീക്കി ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രകാശത്താൽ ഞങ്ങളെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളിലുള്ള പിശാച് നട്ടിട്ടുള്ള എല്ലാ തെറ്റായ കളച്ചെടികളും അറിവുകളും പിഴുതു മാറ്റി ദൈവിക സത്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിനാൽ നിറഞ്ഞ് ദൈവത്തെ ഒന്നു ചേരുവാൻ ഞങ്ങൾക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവേ ഈ വലിയ ബോധ്യം നൽകി അവരെക്കുറിച്ചുള്ള ആ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നൽകി അതിലേക്ക് അവരെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ വലിയ ബോധ്യം കിട്ടിയവളാണ് നീ, ഇതനുസരിച്ച് ജീവിച്ചവളാണ് നീ. എല്ലാ മക്കൾക്കും വേണ്ടി നീ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ആമേൻ. ഭയം നിറഞ്ഞ മനസ്സുമായി ഒരു മുറുക്കളിൽ ആയിരുന്ന ശിഷ്യന്മാരിലേക്ക് ദൈവാത്മാവിൻ്റെ കൊടുങ്കാറ്റ് വീശിയപ്പോൾ അവർ ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിച്ചത് നമുക്കിപ്പോൾ ഓർമ്മിക്കാം. ഈ സമയം ദൈവവചനത്തിലൂടെ നാം ശ്രവിച്ച പരിശുദ്ധാത്മ ശക്തിയാൽ നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗിയിലും പരിശുദ്ധാത്മാവ് വളരട്ടെ. അങ്ങനെ നമുക്കും നമ്മുടെ മേഖലയിൽ ഈശോയുടെ കൂട്ടുവേലക്കാരായി മാറാം. അതിനുള്ള കൃപാവരത്തിനായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ, ഒരു വിശുദ്ധനായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.